മലയാളത്തിലെ പഴയകാല സിനിമാ താരങ്ങളുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു ഒരു കേന്ദ്രം ഓർമ്മയാകുന്നു. കോട്ടയം നഗരസഭയുടെ ഗസ്റ്റ് ഹൌസാണ് കാലപ്പഴക്കം കാരണം പൊളിക്കാനൊരുങ്ങുന്നത്. പ്രേം നസീറും ഷീലയും ഉൾപ്പെടെ നിരവധി താരങ്ങളുടെ ഇഷ്ടകേന്ദ്രമായിരുന്നു ഇവിടം. ആയിരത്തി 1959 തറക്കല്ലിട്ട് 62 നിർമ്മാണം പൂർത്തിയാക്കിയ കോട്ടയം നഗരസഭയുടെ അതിഥി മന്ദിരമാണിത്. 60 വർഷത്തെ കാലപ്പഴക്കമുള്ള ഈ കെട്ടിടം നിലംപൊത്താറായി. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കോട്ടയത്തെത്തിയാൽ അദ്ദേഹം ഇവിടെയാണ് താമസിച്ചിരുന്നത്, ഇവിടുത്തെ 111 നമ്പർ മുറിയിൽ. ഐറു സദാശിവൻ, APSC ഖാൻ, D ഫിലിപ്പ്, നടൻ അച്ചൻകുഞ്ഞ്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാം അവിടെ താമസിച്ചിട്ടുണ്ട്. പിന്നീട് 3-ാം നമ്പർ മുറിക്കൊരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവ് കുര്യൻ ജോയി ആ 3-ാം നമ്പർ മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് കോൺഗ്രസിന് പ്രത്യേകിച്ച് വേറെ ആസ്ഥാനങ്ങൾ അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം, അതായത് AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, MM ഹസൻ, PC ചാക്കോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരെല്ലാം രാഷ്ട്രീയ ചർച്ചകൾ, ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ 3-ാം നമ്പർ മുറിയിലിരുന്നാണ്. പിന്നെ VD രാജപ്പൻ്റെ ഒരു സ്ഥിരമായ താമസം സ്ഥലമായിരുന്നു മുനിസിപ്പാലിറ്റി, കോട്ടയം മുനിസിപ്പൽ ഗസ്റ്റ് ഹൗസ്. കാലപ്പഴക്കം മാത്രമല്ല ഗസ്റ്റ് ഹൗസിനെ നാശത്തിലേക്ക് നയിച്ചത്. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതും വില്ലനായി. കഴിഞ്ഞ 20 വർഷമായി ഏതാണ്ട് ഇതേ രീതിയിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ അതിഥി മന്ദിരം. ഇന്ന് ജീർണാവസ്ഥയിലായ ആ മുനിസിപ്പാലിറ്റി പൊളിച്ച് കളയുവാനുള്ള തീരുമാനം കൗൺസിൽ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അത് പൊളിക്കേണ്ടത് ഒരാവശ്യമാണ്. ഗസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെ അക്കാലത്ത് പ്രൗഢിയോടെ ഈ ബോട്ട് ജെട്ടിയും നിലനിന്നിരുന്നു. ഇതും ഗസ്റ്റ് ഹൗസിന്റെ പ്രാധാന്യം കൂട്ടി. പിന്നീട് ഈ ബോട്ട് ജെട്ടി പുതുക്കി പണിഞ്ഞെങ്കിലും ബോട്ട് വരാതെ ഇന്നിത് അനാഥമാണ്. കോട്ടയത്തുകാർക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചാണ് ഈ ഗസ്റ്റ് ഹൗസ് വിട വാങ്ങുന്നത്. വൈകാതെ ഇത് പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18, കോട്ടയം.